നമ്മുടെ വിപണിയിൽ കഴിഞ്ഞ ആഴ്ച ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ആ മീറ്റിങ്ങിൽ നമ്മളെടുത്ത തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉൽപ്പന്നങ്ങളുമായിട്ട് വിൽക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു പരസ്യം കൂടെ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. എല്ലാവർക്കും നല്ല ബിസിനസ്സൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു പരസ്യം കൂടെ കൊടുക്കുമ്പോൾ കുറേ കൂടെ ബിസിനസ് ലഭിക്കും. എല്ലാ ആഴ്ചയിലും ആരെങ്കിലും ഒരാളുടെ ഒരു ഉൽപ്പന്നം നമ്മുടെ വിപണി സ്ഥലത്ത് വെച്ച് ലേലം ചെയ്യുന്നു. ആ ലേലത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് സുരക്ഷിതമായിട്ട് കൃത്യമായിട്ടുള്ള കണക്കുകളോടുകൂടി സൂക്ഷിച്ചു വയ്ക്കുന്നതായിരിക്കും. ഇതുവരെ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ലേലം ക്ലോസ് ചെയ്തപ്പോൾ 1600 ചില്ലാൻ രൂപ എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച തന്നെ ഇവിടെ ഒരു സോളാറുകാർ വന്നായിരുന്നു. അവർക്ക് നല്ല ബിസിനസ് നമ്മുടെ ആലയം തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല ബിസിനസ് ലഭിക്കണം. അവരുടെ പ്രോഡക്റ്റുകളെ സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തണം. ഇന്ന് ഇവിടെ ലേലത്തിന് വേണ്ടി ചോട്ടൂസാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. പറഞ്ഞേ, ഇത് ഒരു പാക്കറ്റിൻ്റെ സാധാരണ വില എത്ര? ഇതിന് 70 രൂപയാണ് ഒരു പാക്കറ്റ് വില. ഇത് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞതാണ്, നമ്മൾ നിർധനരായ കുട്ടികൾക്ക് ഒരു സഹായം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ലേലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് എൻ്റെ ഉൽപ്പന്നം ഞാൻ കൊടുക്കുകയാണ്. ഇത് നിർധനരായിട്ടുള്ള കുട്ടികൾക്കായിട്ട് മാറ്റിവെക്കും. കാരണം നമുക്കൊരു പർട്ടിക്കുലർ കാര്യമെന്ന് പറയാൻ മാത്രം പറ്റത്തില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. സ്കൂളിലെ റിപ്പബ്ലിക് ഡേയുടെ അന്ന് തന്നെ ഞങ്ങൾ ഏതാനും പേര് മാത്രമാണ് കയ്യിൽ നിന്ന് കാശെടുത്തത്. അപ്പോൾ ഒരു കളക്റ്റീവ് ഫണ്ട് വരുന്നു. ആ കളക്റ്റീവ് ഫണ്ട് വരുന്ന ഉടനെ എന്തായാലും നല്ല കാര്യങ്ങൾക്ക് മാത്രമേ അത് വിനിയോഗിക്കത്തുള്ളൂ. അപ്പോൾ ഇത് നിർധനരായ കുട്ടികൾക്ക് വേണ്ടി ഇതിൻ്റെ ഫണ്ട് മാറ്റിവെക്കാം. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ചോട്ടൂസ് ഹോം മെയ്ഡ് ഫുഡിൻ്റെ വകയായി ലേലം വിളിക്കാൻ നൽകിയ നല്ല നാടൻ അരിമുറുക്കാണ്. ഇതിൻ്റെ ലേലം ആരംഭിക്കുകയാണ്. ഇത് വിളിക്കുന്നവർ 5 വിളിച്ചാലും 10 വിളിച്ചാലും ഇത് ഉടൻ തന്നെ ഇവിടെ ഏൽപ്പിച്ചേക്കുക. അവസാനം 2 രൂപ വിളിക്കുന്നവർക്കാണെങ്കിൽ ഇത് കിട്ടുന്നതായിരിക്കും. വിളിക്കട്ടെ. ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്യണം. ഫോൺ നമ്പർ എത്ര? 77 36 71 08 43 ആണ്. എല്ലാവരും നമ്പരൊക്കെ നോട്ട് ചെയ്യേണ്ടവർ, ആവശ്യമുള്ളവരൊക്കെ കുറിച്ചെടുത്തോളം. വിളിക്കാം. നാടൻ മുറുക്കാണെന്നാണ് അറിയപ്പെടുന്നത്. നല്ല അരിമുറുക്കാണ്. അപ്പോൾ 50 രൂപ എത്ര? 10 രൂപ എത്ര വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തു? 10 രൂപ. 70 രൂപയ്ക്ക് ഇവിടെ വിൽക്കുന്ന മുറുക്കാണ് 10 രൂപ. അത് വിളിച്ച അമേരിക്കൻ ഓപ്ഷനാണ്. എത്ര രൂപയാണോ വിളിക്കുന്നത് ആ എമൗണ്ട് ഇവിടെ കൊടുക്കണം. അത് ലാസ്റ്റ് എവിടെയാണോ വിളി നിൽക്കുന്നത് ആ ആൾക്കാണ് ഇത്. 10 രൂപ. അടുത്ത് നമ്മുടെ രാജൻ സാറ് 10 രൂപ ഇട്ടിരിക്കുന്നു. 10 രൂപ. 20 20 30. ബാബിച്ചായൻ 10 രൂപ ഇട്ടിരിക്കുന്നു. ഇപ്പൊ ടോട്ടൽ എത്രയായി? 30 ആയോ? 30 40 അവിടെ 10 രൂപയുടെ 50 നിൽക്കി ഓരോ ഇങ്ങോട്ട് വരണേ, അല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ ആകും. 50 20 70 കൺഫ്യൂഷൻ ആകും. ആരാന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരണം. ഒരു മിനിറ്റ്, പേരെങ്ങനെയായിരുന്നു? പൊന്നച്ചൻ ഓതറ. ഇവിടെ ആരൊക്കെയാ ഇപ്പൊ ഇട്ടെ? എത്ര ഇട്ടെ? 10. നമ്മൾ എത്ര ഇട്ടെ? ആ, ആരാന്ന് വെച്ചാൽ ലേലം ചെയ്യുന്നവർ ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. 20 രൂപ കൊണ്ട് വാശിയോടെ വരുന്നുണ്ട്. 70 20 90. അതാരാ? പേരെങ്ങനാ? മുരളി. നമ്മുടെ സ്വന്തം മുരളി ചേട്ടൻ. 20 കൂടെ ഇട്ട 90 ആയിരിക്കുന്നു. ഓരോരുത്തർ. അടുത്ത ആളാരാ? അതെത്ര? എത്ര? അത് എത്ര ഇട്ടേ? 20. അപ്പൊ 110. വേറെ ആരാ? 110. ഈ കൊച്ചേട്ടൻ നമ്മുടെ ചേട്ടാ എത്ര? ആളിനെ കാണട്ടെ. നമ്മുടെ ചക്ക കൊച്ചേട്ടൻ. പേരെങ്ങനാ? ആ, ശശി കൊച്ചേട്ടൻ. എത്രയായിരുന്നു ഇട്ടേ? ശശി കൊച്ചേട്ടൻ 10. ജയൻ സാറ് 130 ഇടുന്നു. 150 രൂപ ആയിരിക്കുകയാണ്. ഇനി ആര് 10 രൂപ മുടക്കിയാൽ അവർക്ക് കിട്ടുന്ന ചാൻസാണ്. നമ്മുടെ ലഭ്യമാണ് 10 രൂപ. അപ്പൊ എത്രയായി? 160 രൂപ. 10 ഹരിദാസ് എത്ര? 180. മിക്കവാറും അച്ഛൻ കുഞ്ചാൻ അടിക്കാണ്ട് പോകും. 10 രൂപ. എത്രയായി അച്ചുകുഞ്ചാൻ? എത്ര ഇട്ടെ? 190. 190. ഒരു കവർ, ഒരു കവർ മുറുക്ക്, അരിമുറുക്ക. രഞ്ജിനി 10. അപ്പൊ എത്രയായി? വിടുന്നില്ല. ശാന്തമച്ചായി എത്ര? ശാന്തമച്ചായി വിടുന്നില്ല. 10. അപ്പൊ മൊത്തം എത്രയായി? 210. എണ്ണി നോക്കൂ. 10 രൂപ കിട്ടിയാൽ ചിലപ്പോ കിട്ടിയെന്നിരിക്കും.
10 രൂപ കടത്തലാണ്. വായോ വായോ എത്രയായി അമ്മാവ എത്രയായി അമ്മാവ ഈ അമ്മാവൻ ഉഴപ്പാ അമ്മാവ ചില്ലിൽ അങ്ങനെ നിൽക്കുക അമ്മാവ. അമ്മാവ് നിൽക്കേ 40, 20, 210. അതാരാ ഇപ്പൊ 200-ാമത്തെ ഇട്ടതാരാ? 200 തന്നേ ഉള്ളൂ നമ്മുടെ 210. പേരെങ്ങനെ തമ്പാൻ മിസ്റ്റർ തമ്പാൻ അച്ഛൻകുഞ്ഞൻ അങ്ങനെ കൊണ്ടുപോണ്ടാന്ന് അച്ഛൻകുഞ്ഞൻ എത്രയായിട്ട്? 20. 230. വേണ്ട, ഞാൻ കടം മേടിച്ച് 10 രൂപ എടുക്കുന്നത്. കടം മേടിച്ച് ജെയിംസ് 10 രൂപ. സ്വന്തം ജെയിംസ് 240. 240. പൈസ ചെടിക്കൊണ്ടിരിക്കുന്നു. 70 രൂപ വരെ ഒരാൾക്ക് മുടക്കാം. ഒരു നഷ്ടവും എളുപ്പാട്ട് 10-ാമത്തെ മിനിറ്റ് പേര് പറയത്തില്ല. 10-ാമത്തെ മിനിറ്റ് ലേലം അവസാനിപ്പിക്കും കേട്ടോ. 10-ാമത്തെ മിനിറ്റ് ലേലം അവസാനിപ്പിക്കും. അവസാനിപ്പിക്കാറായി. 10 മിനിറ്റ് 10-ാമത്തെ. അതാരാ തികഞ്ഞിരിക്കുന്നു 250. ചേട്ടാ പേരെങ്ങനാന്ന് പറഞ്ഞേ? വിജയകുമാർ. ചേച്ചിയമ്മ 10 കേട്ടോ. എന്തൊക്കെ ആകെപ്പാടെ കൺഫ്യൂഷൻ ആക്കരുത്. ചേച്ചിയമ്മ 10. 260. രണ്ട് ശ്രീവിദ്യ 270. ഒരു കവർ മുറുക്ക് ഇനിയും 10 രൂപ മുടക്കുന്നവർക്ക് കിട്ടുന്നതായിരിക്കും. എളുപ്പാട്ട് 10-ാമത്തെ മിനിറ്റ് ലേലം ക്ലോസ് ചെയ്യുന്നതായിരിക്കും. 10-ാമത്തെ മിനിറ്റ് ലേലം ക്ലോസ് ചെയ്യും. അതാണ് അച്ചൻകുഞ്ചായ 300. അച്ഛൻ എത്ര ഇപ്പട്ടെ? ഒരുമിച്ച് 30. 300 അല്ല മൊത്തം 300 ആക്കി. ബാക്കോട് പേരൂടെ പറഞ്ഞു 320. ഓതറ 320. ഇല്ല 10-ാമത്തെ മിനിറ്റിലേ പറയത്തുള്ളൂ. 10-ാമത്തെ മിനിറ്റ് പറയും. പോട്ടെ 10-ാമത്തെ മിനിറ്റ് പറഞ്ഞ പൈസ എണ്ണി തന്നേക്കണം. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടേക്കാം. അതാരാ 330? അച്ഛൻ്റെ പേരെങ്ങനെയായിരുന്നു? അച്ഛാ പേര് പറഞ്ഞേ. ആ വേറെ ആരെങ്കിലും ഇട്ടോ? ഈ ലേലം വിളിക്കുന്നവർക്കൊരു പേര് പറഞ്ഞോ? പൊന്നച്ചനോദറ. അച്ചക്കുച്ചൻ എത്ര ഇടുന്നേ? 350. 350. ഏതാനും സെക്കൻഡുകൾ കൂടി മാത്രം ആർക്കും പങ്കെടുക്കാം. ഏതാനും സെക്കൻഡുകൾ 10-ാമത്തെ മിനിറ്റ് ലേലം ക്ലോസ് ചെയ്യും. 10-ാമത്തെ മിനിറ്റ് ക്ലോസ് ചെയ്യും. ഇല്ലില്ല ആയിട്ടില്ല 10-ാമത്തെ മിനിറ്റ് ക്ലോസ് ചെയ്യും. രണ്ട് ഇതിന്റെ കണക്കെല്ലാം തന്നെ ഈ വീഡിയോയ്ക്കകത്ത് കാണും. ലാസ്റ്റ് പൈസ എന്റെ കയ്യിൽ തരുന്നതായിരിക്കും കണക്ക്. 360. 10 രൂപ ഇട്ടില്ലേ? 360. ബിജൻ ചേട്ടൻ 360 രൂപ. സെക്കൻഡുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് വിളിച്ചോണം. ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം മാത്രം. ഏതാനും സെക്കൻഡുകൾ മാത്രം അവശേഷിക്കുന്നു. പെട്ടെന്ന് ഏതാനും സെക്കൻഡുകൾ. എത്ര 370. ഏതാനും സെക്കൻഡുകൾ മാത്രം അവശേഷിക്കുന്നു. ഏതാനും സെക്കൻഡുകൾ മാത്രം. 380. ഓതറ പൊന്നച്ചൻസ്. ഏതാനും സെക്കൻഡുകൾ കൂടി മാത്രം. ഏതാനും സെക്കൻഡുകൾ. 400 ആരാ? 400. 410. പൊന്നച്ചായൻ 410.
410. 410 പൊന്നച്ചായൻ ഓതറ ആണ് ഈ ലേലം പിടിച്ചിരിക്കുന്നത്. നമ്മുടെ അജംകുഞ്ഞാനാണ് 400 ലേലം വിളിച്ച് പൈസ കൊടുത്തായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ഇദ്ദേഹം 410 പിടിച്ചു. കൊടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ലേലം ക്ലോസ് ചെയ്തത്. എന്തായാലും ഇവിടെ പരസ്പരം സംസാരിച്ച് ധാരണയായിട്ട് ഇവിടെ ഫൈനലൈസ് ചെയ്യുവാണ്. 410 രൂപ അല്ലേ? അതാ 410 രൂപ. അപ്പം ഇന്ന് 410 രൂപയുണ്ട്. ഈ 410 രൂപ മോഹൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന പോലെ ഏതെങ്കിലും കുട്ടികളുടെ ആവശ്യത്തിற்கு വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്നതായിരിക്കും കേട്ടോ. 410 420 ഉണ്ട്. അത് ആദ്യത്തെ മിസ്സായി ഇവിടെ പറഞ്ഞത്. ആദ്യം ലാസ്റ്റ് വിളിച്ച പുള്ളിയാണ്. 420 ഉണ്ട് എൻ്റെ. അപ്പോൾ 420 രൂപ ഞാൻ നേരെ. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. പൊട്ടിച്ചു കൊടുക്കോ? അത് പൊട്ടിച്ചു കൊടുത്തു. പൊട്ടിച്ചു കൊടുത്തു. 420 രൂപ. 420 രൂപ തേണ്ട. മോഹൻ ചേട്ടൻ ഇങ്ങോട്ട് പിടിച്ചേ. ഇന്ന് പിടിച്ചേ ചേട്ടാ. ഈ ക്യാമറ ഒന്ന് പിടിച്ചേ. 420 രൂപ ഞാൻ മേടിച്ചോട്ടെ. 420 കാണുന്നില്ല ശരിക്കും. ഓണാ വീഡിയോ ഓണാ. ഇന്നത്തെ ഓണല്ലേ? 420 രൂപ എൻ്റെ ഞാൻ മേടിക്കുന്നു. ഇതിനകത്ത് വീഡിയോ കൃത്യമായിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും. നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും. അപ്പോൾ അതിനകത്തു നിന്നുള്ള ചെറിയ കണക്കുകൾ അതിനകത്തു നിന്ന് എടുത്തോണം. മൊത്തം 420 രൂപ കേട്ടോ എൻ്റെ കയ്യിലുണ്ട്. നേരത്തെ ഉള്ള ഒരു 1500 രൂപ ഉണ്ട്. അതിൻ്റെ കണക്കൂടി തരുന്നതായിരിക്കും. ഓക്കെ.